ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാ സുഖമായിട്ട് പോകണു. ഇപ്പം ഇന്ന് മോനെ താഴെ വീട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പുപുളി പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇരുമ്പുപുളി പറിച്ചു കൊണ്ടുവന്നപ്പോൾ ഓനത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സാധാരണ അവരത് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നലാണ്. ഇന്ന് അതൊന്ന് മാറ്റി പിടിച്ചിട്ടൊന്ന് ഇരുമ്പുപുളി വെച്ചിട്ട് ഒരു പുളിയിഞ്ചി പോലെ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ പറയുക, സാധാരണ പുളിയിഞ്ചിക്ക് നമ്മൾ പുളി പിഴിഞ്ഞും കണ്ടിട്ട് വളംപുളി പിഴിഞ്ഞൊക്കെ അല്ലേ ഉണ്ടാക്കൽ. ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഒന്ന് കഷ്ണം കടിക്കാനുണ്ടാവുകയും ചെയ്യും. സാധാരണ നമ്മളെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഉപയോഗിക്കുക കേട്ടോ. പക്ഷേ ഞാൻ കുറഞ്ഞ സമയത്തേക്കല്ല ഇത് വെച്ചിട്ടുണ്ട്, കൂടുതൽ സമയമൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നോടത് മറന്നു പോയതാണ് ഇടാൻ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പുളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ പുളിയിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി വേവിക്കുക. അപ്പോൾ പുളി ഒന്ന് വെന്ത് വരും. വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് എന്താ പറയുക വേവിച്ചെടുക്കേണ്ടത്. ഈ വെള്ളം ഒന്ന് ഫുള്ള് വറ്റുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കുകയാണെങ്കിൽ രാവിലെ അത് വെള്ളം ഒന്ന് നല്ലോണം പൊന്തി വന്ന് വെള്ളം ഫുള്ളായിട്ടൊന്ന് വറ്റും. പിന്നെ അത് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു മഞ്ഞ കളറിലേക്ക് ഇത് മാറുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മസാലകൾ, ഒന്നുമല്ല നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണ് തൊട്ട് കൊടുക്കുന്നത്. നമ്മൾ പെട്ടെന്നല്ല, ഇത് കുറേ കാലം വെച്ചേക്കാനൊന്നല്ലല്ലോ മക്കൾക്ക് ഇങ്ങനെ തൊട്ട് വീട്ടിൽ തിന്നാൻ, ചോറിന് കൂട്ടാനും. അതുപോലെ അവർക്ക് വെറുതെ ഉപ്പിലിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് അതൊക്കെ ആണല്ലോ ഇഷ്ടം, ഉപ്പ് പുളിയുള്ള ഐറ്റംസൊക്കെ ആണല്ലോ ഇഷ്ടം. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടിയാണ് കേട്ടോ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ശർക്കരൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ആ ശർക്കര അതിൽ അരിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വേവുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും ചെറിയ സിമ്പിളായിട്ടാണ്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നോടത് മറന്നു പോയിട്ടുണ്ട് കറിവേപ്പില ഇടാൻ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലത്തെ ഇരുമ്പുപുളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്ക് ചോറിന് കൂടെ കൊടുക്കാനും അവർക്ക് വെറുതെ ഇങ്ങനെ പുളിഞ്ചി പോലെ ഇങ്ങനെ തോണ്ടി കഴിക്കാനും പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കട്ടെ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ.